കഥകടലിൽ നിന്നൊരു കുടമൃതം, അമൃതമൃതമൃത കുടമൃതമൃതം. ആ കുടമേന്തി തലകടലിൽ നിന്നെത്തിയ ധന്വന്തരിയൻ ദൈവം. തുപ്പിക്കളയുന്ന ചക്കക്കുരുവും വരിക്കപ്പിലാവാക്കി മാറ്റുന്നു മണ്ണ്. കുന്നിക്കുരുവിനും അമ്മ ഈ മണ്ണ്, പൊന്നരയാലിനും അമ്മ ഈ മണ്ണ്. നിന്റെ വാറ്റുമരുന്നിനും വേണം ഈ മണ്ണ്, ആ നാട്ടുമരുന്നിനും വേണം ഈ മണ്ണ്. മനുഷ്യകോലങ്ങൾ കുത്തി നാട്ടാനും വേണമോ ഈ മണ്ണ്? എടോ കുഞ്ഞെ, കാടിയിൽ കറുപ്പ് കലക്കി മാനസമിത്ര വടകം മേമ്പൊടി ചേർത്ത് 4 നേരം സേവിച്ചാലേ നിന്റെ ബുദ്ധി തെളിയൂ. നീ നിന്റെ അപ്പന്റെ വിൽപത്രം തിരുത്തിയതായി ഈച്ചമ്മ പറയുന്നു. എനിക്ക് വിശ്വാസമായിട്ടില്ല. എന്റെ ഉണ്ണിയോട് ഈ കുഞ്ഞ് സത്യമേ പറയൂ. എന്റെ അപ്പന്റെ വിൽപത്രം ഞാൻ തിരുത്തി. അതിലെനിക്ക് മുടിനാടിന് പോലും പിഴച്ചിട്ടില്ല എന്ന് ബോധ്യമുണ്ട്. എടോ, അപ്പന്റെ അന്നത്തെ ചുറ്റുപാടനുസരിച്ച് പിണ്ടിമാല അടക്കം 15 പവന്റെ സ്വർണം, മേച്ചിലട താശാരി പടുന്ന ഈട്ടി അലമാരി, പിന്നെ 10 പറ വേവുന്ന വാർപ്പ് പോരാ. ഏത് നസ്രാനിയുടെ കുടുംബത്തിൽ കേട്ടിട്ടുണ്ടോ കെട്ടിക്കുമ്പോ പെണ്ണിന് മണ്ണ് കൊടുക്കുന്നതായി? അതിലെന്ത് കണ്ടീഷനായിട്ടാടോ? എന്റെ അപ്പൻ ഒരു മണ്ടത്തരം കാണിച്ചു, ഞാൻ അത് തിരുത്തി. നീ മക്കളുടെ കോലങ്ങൾ നാട്ടിയപ്പോ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ അവരോട് എനിക്ക് മുഖത്താഞ്ഞൊരു ഉത്തരവുണ്ടായിരുന്നു. പണിയെടുക്കാൻ മണ്ണും ഒപ്പം പണവും വാങ്ങിയവരാണെന്ന്. തുപ്പം കണ്ട സ്ഥലം അന്ന് 5 ഏക്കർ ഞാൻ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിലേ അതും കൂടെ ഷാപ്പ് പിടിച്ച് തുലക്കില്ലായിരുന്നോ? കള്ള് വിറ്റവൻ എവിടാടോ 3 തലമുറയെ കൂടുതൽ പിടിച്ചെന്ന് കണ്ടിരിക്കുന്നത്? എനിക്ക് പണിയെടുക്കാൻ മണ്ണ് വേണമായിരുന്നു. അതിനകത്ത് നടുവടിച്ച് പണിയെടുത്ത 10 ഞാൻ 100 ഏക്കർ മക്കളുടെ ഗോൾഡാക്കി. നിന്റെ പെങ്ങൾക്ക് 5 ഏക്കർ കൊടുത്തപ്പോൾ നിന്റെ അപ്പൻ മണ്ടനായി. നിന്റെ മകളെ കെട്ടിക്കാൻ നീ 5 ഏക്കർ മണ്ണ് കൊടുക്കുന്നതിന്റെ ന്യായം എനിക്ക് മനസ്സിലാകുന്നില്ല. കാലം മാറി, വ്യവസ്ഥിതികളും മാറി, എല്ലാ ഐറ്റപ്പിഴകൾക്കും പണം മതി. എന്റെ മകളെ ഒരു പണക്കൊതിയൻ കെട്ടണ്ട. മണ്ണ് വാങ്ങി പണിയെടുക്കാൻ മനസ്സുള്ളവൻ കെട്ടിയാ മതി. നല്ല ചൊനയൻ കപ്പളങ്ങയിട്ട് കാച്ചിയ മോല ഒരു കവള് നീ കുടിക്കുന്ന. കെട്ടിക്കാതെ നിർത്തിയിരിക്കുന്ന നിന്റെ മകളുടെ കല്യാണത്തിന് ഒരുമിച്ച് ഒരു ഇലയിൽ നിന്ന് നമുക്ക് വാരി ഉണ്ടാവിടാ. എന്നാ നീ റെഡിയായിരുന്നോ? നാളെ എന്റെ സൂസിയെ കാണാൻ എനിക്ക് ബോധ്യപ്പെട്ട ഒരു ചെറുക്കം വരുന്നുണ്ട്. എന്തുട്ട് കാണേ ബെസ്റ്റ് ആയിട്ടാ. ഇവനൊരു കുണാരനാണല്ലോ എന്റെ ദൈവമേ. എന്തുട്ട് കൊലയാ എവിടെ ചെമരുമേ. എന്റെ അമ്മ കുഞ്ഞലക്കുട്ടി ഉണ്ടാക്കി തന്ന 10 ഓർലിസിന്റെ കുപ്പി നാരങ്ങാച്ചാർന്ന് തുടങ്ങിയതാ നമ്മടെ കച്ചവടേ. ഞങ്ങളുടെ കുഞ്ഞിപ്പാപ്പ വാഴക്കണേന്ന് തുടങ്ങിയത് പോലെ അല്ലേ? അപ്പൊ ഇപ്പോഴും ഹോർലിക്സ് കുപ്പിക്കകത്ത് തന്നെയാ തോന്നിട്ട് അച്ചാറ്? അല്ലാണ്ട് പിന്നെ കുപ്പി പറക്കണവരുടെ ഓർലിസിന്റെ കുപ്പി തനി വെള്ളം ഇട്ടിട്ട് ഇങ്ങിട്ട് അടുക്കും. ഓട്ടോക്കാരന്റെ സോപ്പ് കമ്പനിന്ന് 1 ബക്കറ്റ് സോപ്പ് വെള്ളൂ, കുപ്പി റെഡി. ഇത് നമ്മടെ അച്ചാറാ ഉണ്ണുണീസ്. ഇത് നാരങ്ങ, ഇത് മാങ്ങ. ഇത് ക്രാവേ കടയിന്ന് മേടിക്കണ മസാലപ്പൊടി എന്ന് പറഞ്ഞ ഇഷ്ടപ്പൊടി നമ്മള് ചേർക്കില്ല. അത് മഞ്ഞൾപ്പൊടി ആയാലും വത്തലമുളക് ആയാലും ഉലുവ ആയാലും പെരിഞ്ചീരക ആയാലും കടുക് ആയാലും കായ ആയാലും ശരി, നമ്മളെല്ലാം ഇങ്ങനെ പേറ്റി നല്ല ജോറായിട്ട് കഴുകി ഉണക്കി ഉരലിട്ട് ഒലക്ക കൊണ്ട് പൊടിക്കണതാ. മുക്കില് കേട്ട് ചെവി പൊട്ടിയിട്ട് എന്റെ പെങ്ങൾക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ കുഞ്ഞിപ്പാപ്പനെ. പെണ്ണിന്റെ അപ്പം തരുന്ന 5 ഏക്കർ വെള്ളം ഇറങ്ങാത്ത കുണ്ടുകുഴി മതിയോ നിനക്ക്? നല്ല കാര്യായിണ്ട്. 15 സെന്റുകാരന് 5 ഏക്കറ കിട്ടിയ
നല്ല അരി വറുത്തിടിച്ച പോലത്തെ മണ്ണ് ടിപ്പറിനെ അടിച്ചാ നിർത്തി നല്ല ജോനോ നരക കടും നട്ടാണ്ടല്ലോ ഡിം. കേട്ടില്ലടാ, മണ്ണെന്ന് പറഞ്ഞപ്പോ അവന്റെ തിളപ്പ് നിന്റെ മണ്ണിലായിരുന്നല്ലോടാ ചോട് പറയുന്ന പൂരക്കാറ്റ്. എല്ലാം കഴിഞ്ഞ സുഖു. ആ അപ്പൊ എന്നാ അങ്ങോട്ട് നോയമ്പ് വീടി അടുത്ത വ്യാഴാഴ്ച ഞാൻ അങ്ങോട്ട് വരാം. സെക്രട്ടേറിയറ്റിൽ നിന്ന് വീട്ടിൽ വിളിച്ചപ്പോൾ അറിഞ്ഞേ ഞാൻ കുഞ്ഞിപ്പാപ്പയുടെ മൂന്നാമത്തെ മകൻ, ക്ഷീരവികസന പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി. മാത്തുക്കുട്ടി മന്ത്രി. ഇവൻ 2 കാര്യങ്ങൾക്ക് വീട്ടിൽ വരും. മുഷിഞ്ഞത് മാറ്റി അലക്കി തേച്ചത് കൊണ്ടുപോകാനും പിന്നെ ചാത്ത ഉണ്ണാനും. ഇപ്പൊ തന്നെ വന്ന സമയം കണ്ടില്ലേ? അപ്പച്ചാ ഈ രാഷ്ട്രീയക്കാരോട് അത്ര പോരല്ലേ? ഈ പഴുതാരെയും രാഷ്ട്രീയക്കാരെയും കണ്ണെടുത്താൽ എനിക്ക് കടുത്ത കരിയാണ്. കുഞ്ഞിപ്പാപ്പയ്ക്ക് ഒരു ചെറുക്കനെ കൊണ്ടുവരാൻ കണ്ടത് എന്റെ ശാലി കണ്ടപ്പോ തന്നെ ഛർദിക്കാൻ വന്നു. അവന്റെ പാലം പോലത്തെ ഒരു മൂക്കും. ഈ വിവാഹം അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുഞ്ഞിപ്പാപ്പ അവളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് ഞാൻ പറയും. എന്താടോ മന്ത്രി അവന് കുഴപ്പം? അവന്റെ ഓരോ വാക്കിലും നോക്കിലും ഒരു പരിശ്രമിയെ ഞാൻ കാണുന്നുണ്ട്. എന്റെ വിലയിരുത്തൽ അവൻ ഒരു പരാക്രമിയാവാം, അല്ലെങ്കിൽ ഒരു പരകൃമിയുമാവാം. ഈ അച്ചാറായ അച്ചാറ് കമ്പനിയൊക്കെ കിടക്കുമ്പോ ഈ പരകൃമി എന്താവാനാ? എടാ തന്റെ ഇടം വേണം. നീ ആ ജോജോ വാച്ച് കടക്ക് ബോർഡ് എഴുതി വീട്ടിൽ കൊണ്ടുവച്ചവരല്ല. കണ്ടോ, കാണിച്ചു തരാം. നീ കാണിക്കും. ഇരുന്നിരുന്ന് 5 വർഷം കഴിയുമ്പോ നീ പേര് മാറ്റി അതിന് ബാർബർ ഷാപ്പ് എന്ന് എഴുതും. എടാ ചുഴിക്കകത്തിറങ്ങിയാലേ സ്രാവിനെ കിട്ടൂ, കരക്കിരുന്ന ഓന്തിനെ പിടിക്കാം. പരീക്ഷണമാണടാ ജീവിതം. സ്വന്തം മോളെ വെച്ച് തന്നെ വേണോ ഈ പരീക്ഷണം? പടക്കം പൊട്ടിച്ചോ? കൈവെള്ളക്കകത്ത് തന്നെ വെച്ച് പൊട്ടിക്കണോ? വേണോ? ഈ പ്രശ്നത്തിൽ ഡാരിച്ചായന്റെ അഭിപ്രായത്തെ ഞാൻ പിന്താങ്ങുക. എനിക്ക് 5 ഏക്കർ പാമ്പുകുഴി എന്ന് ചതിച്ച പോലെ ചതിപ്പോടുത്ത് അവളെ ചതിക്കുക. പാമ്പും കുഴി എന്ന് പറഞ്ഞ നിന്റെ 5 ഏക്കറില് 10 വെട്ടി പാമ്പിനെ അടിച്ചോടിച്ച് നീ എന്തുകൊണ്ട് പണിയെടുത്തില്ല? എത്ര പാമ്പിനെയാന്ന് പറഞ്ഞ് അടിച്ചോടിക്കുക? വലത് കാലെടുത്ത് കുത്തിയ വളവഴപ്പം പാമ്പാ. ഇനി കാലശേഷം തരാൻ പോകുന്ന ഭൂമിയിൽ ഞങ്ങൾ പണിയെടുത്തോളാന്ന്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അയ്യടി മനമേ, എന്റെ കാലശേഷം നിനക്കൊന്നും ഒരു ചാൺ മണ്ണ് പോലും കിട്ടത്തില്ല. നിന്നെ എല്ലാം കുഴിക്കകത്ത് വെച്ചേച്ചേ കുഞ്ഞു ചാവൂ. എടാ വെറുതെ ഉണ്ടുറങ്ങുന്നവന്റെ പെടലിക്ക സർവ്വരോഗ വ്യാധികളും. വലിയ താമസമില്ല. കാലശേഷമേ. എന്റെ കർത്താവ് എവിടെയൊക്കെ ഭൂമിയിലൊക്കെ ഉണ്ടാവണം. ഈ പരുന്തുംപാറയ്ക്കകത്ത് ഭൂമിയിലൊക്കെ ഉണ്ടാവണില്ല. നമുക്ക് നല്ല വിഷമുള്ള ഒരു വളവഴപ്പിന് വിട്ടാലോ? മൂർക്കം പാമ്പ് കടിച്ചാലും ചാവില്ലടാ. അവളെ അന്ന് കണ്ടുപോയ പല്ലു ഡോക്ടറെയും അവക്ക് വലിയ ഇഷ്ടമായി എന്ന് പറഞ്ഞതാ. പാപ്പ വിചാരിച്ച കുഞ്ഞിപ്പാപ്പയെ കൊണ്ട് സമ്മതിപ്പിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ചേച്ചി? നിനക്ക് അവനെ അത്രക്ക് ഇഷ്ടമാണ്? പല്ല് ഡോക്ടർക്ക് 10 ലക്ഷം ശ്രീധനത്തൊക്കെ ഉറപ്പ് കിട്ടാതെ ഈ കുട്ടിയമ്മ കളത്തിലേക്ക് ഇറങ്ങില്ല, അത് ഉറപ്പാ. എന്റെ ബുള്ളറ്റ് കുട്ടിയമ്മേ, 10 ലക്ഷത്തിന്റെ കാര്യം പാപ്പോ ഏറ്റെന്ന് പറഞ്ഞില്ലേ? മാന്താടി ജോപ്പ, അമ്മക്കേറി ബുള്ളറ്റ് എന്ന് വിളിക്കല്ലേ. അമ്പുവേ, എന്റെ റബ്ബറിന്റെ തോല് പൊട്ടിയടാ. കല്ലടിച്ച് വാസുവിന്റെ തല പൊളിഞ്ഞു. കുഞ്ഞിപ്പാപ്പയുടെ മുതലക്കിടറിഞ്ഞ് ഈ വെടി ഉണ്ടാക്കണം നാശങ്ങളെ. 10 വേനൽ ഒന്നിച്ചു വന്നാലും പറ്റാത്ത എന്റെ കിണറ് ഇടിഞ്ഞല്ല ദൈവമേ. ഗോപാൽ കൃഷ്ണ ഗോപാൽ കൃഷ്ണ യോ പുത്തോ യോ പുത്തോ. പാറവെടി പൊട്ടിക്കുന്നത് കോടതി സ്റ്റേ ചെയ്ത സ്ഥലത്ത് പോലീസിന്റെയും പഞ്ചായത്തിന്റെയും കളസത്തിന്റെ അകത്ത് നക്കാപ്പിച്ചിട്ട് കൊടുത്ത ആ പോക്കിരികൾ ഏത് തന്തയില്ലായ്മയ്ക്കും കൂട്ടിരിക്കും. തന്റെ അയൽക്കാരോട് തനിക്ക് എന്ത് കണ്ടീഷനാക്കിയാടോ ചിട്ടി? ഇങ്ങനെ വർത്തമാനം കേട്ടാൽ ലോകത്തെങ്ങും പാറമടകളില്ലെന്ന് തോന്നും. അവിടെ ജീവിക്കുന്ന പണ്ടാരങ്ങളൊന്നും മനുഷ്യരല്ല. കുഞ്ഞമ്മാപ്പളെ, നമ്മൾ പാപ്പയോട് 5 ഏക്കർ സ്ഥലം വാങ്ങിയത് പയറ് വെക്കാനല്ല, പാറ പൊട്ടിക്കാനാണ്. എങ്കിൽ അവന് പണിയെടുക്കാൻ കൊടുത്ത മണ്ണിൽ നിന്ന് ശൂരനാട് കുഞ്ഞ് കർശനമായി പറയുകയാണ്, കോടതി നിനക്ക് പാറവെടി പൊട്ടിക്കാമെന്ന് വീണ്ടും ഒരു ഉത്തരവ് തരുന്നത് വരെ ഒരു വെടിയുടെ ശബ്ദം പോലും കേട്ടാൽ തിരുമൽ ഭഗവാനാണ്, അയ്യപ്പനാണ്, ഗുരുവായൂരപ്പനാണ്, ഇനിയും പൊട്ടു. ഇത് നിന്റെ സമയം. പണിയെടുക്കുന്നവരുടെ വയറ്റത്തടിക്കാൻ നീ പുറകോട്ട് തിരിച്ചു വെച്ച സമയം.
ഇതെന്റെ സമയം, ഭൂമിയുടെ സമയം. സൂര്യനാട് കുഞ്ഞിന് ആകാശത്തിന് കീഴിൽ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന് കീഴിൽ നിന്ന് പറയുക, ഇതൊരു വട്ടം തിരിയുന്നത് വരെ നീ വെച്ച വെടി അത് കഴിഞ്ഞ. എന്താടാ അയ്യോ അയ്യോ ബാഗെടുത്ത് മാറ്റി കൈ വളയല്ലേ ഇപ്പം. ദൈവമേ, എന്റെ ബസ് കുട്ടിച്ച ബ്രേക്ക് കാല് പോയില്ലടോ. എടാ കങ്കാരു, ഓവർ സ്പീഡ് ബ്രേക്ക് ഉണ്ടെങ്കിലേ കാല് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതിന് കാശ് മുടക്കി ബ്രേക്ക് ലൈനർ വാങ്ങിച്ചു കൊടുക്കണം മൊയിലാളി. പറഞ്ഞതല്ലേ വണ്ടിക്കടയിൽ നിന്ന് കടകടാന്നുള്ള അടുപ്പ് കേട്ടപ്പോഴേ നിർത്താൻ. അപ്പൊ എന്നോട് എന്താ പറഞ്ഞേ? കടകടാന്നുള്ള അടുപ്പ് എല്ലാ ലൈലാൻഡിന്റെ ഉള്ളതാണെന്ന്. കടകടാന്നുള്ള അടുപ്പ് മാറണമെങ്കിലേ പടപടാന്ന് പണം പറയണം. കയറുമാരായിട്ടുണ്ട് വണ്ടിക്ക് പണം മുടക്കാൻ പറ. ഞാനേ നിങ്ങളുടെ ഈ കട്ടച്ചിറ പിണ്ണാക്കനാടല്ലേ കഴിഞ്ഞ ഒരു മാസമായിട്ട് കയറുക. നിങ്ങൾ ടിക്കറ്റിന് 2.50 ഈടാക്കുമ്പോ യാത്രക്കാരുടെ സെക്യൂരിറ്റി കൂടി ഉറപ്പുവരുത്തണം. ഞാൻ ആദ്യം ബസ്സിൽ കയറിയ ദിവസം നിൽക്കുമ്പോ കൈ പിടിക്കാനുള്ള കമ്പി ബ്രേക്ക് ചെയ്തപ്പോ ഒടിഞ്ഞു പറഞ്ഞ് യാത്രക്കാരുടെ തല വീണു. ഒടിഞ്ഞു പറഞ്ഞു വീണാടാ? വീണു, പക്ഷെ തലേ വീണില്ല. വീണേനെ. അടുത്ത ദിവസം കട്ടച്ചിറയിന്ന് 5-ാം മൈൽ വന്നില്ല, 2 ടയറും പഞ്ചർ. 2 ടയറും പഞ്ചറാടാ? ഒന്ന് പഞ്ചറായി, മറ്റേതായേനെ. ആ വന്ന വരവിന് പാലത്തിന്റെ ഇടത്തോട്ട് പോവാതെ അപ്പുറത്തോട്ട് ആ ട്രാൻസ്ഫോർമറിന്റെ പുറത്തോട്ട് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഭസ്മമായി പോയനെ. എടോ, തന്റെ പേര് ഊപ്പായി എന്നല്ലേ? ഊപ്പയോ? സാഹചര്യം ഇതായതുകൊണ്ട് അങ്ങനെ വിളിക്കാം. കുട്ടിയും ഞാനും എവിടെയോ ഒരുമിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? എവിടെയോ അല്ല, കണ്ണാടി ഉറുമ്പ് സ്കൂളിലെ 9-ൽ 9 കുത്തി കിടന്നപ്പോ ഞാൻ ജയിച്ചു വന്നു. അങ്ങനെയാ കൂടെ പഠിച്ചത്. അടിവേള, നീ ആ പട്ടാളക്കാരൻ പാരച്ചൂട്ട് പരവേട്ട മോളല്ലേ മായ? നീ എന്ന കട്ടച്ചിറ മതി എഴുത്. 9-ാം ക്ലാസ്സിൽ 9 കുത്തി എന്ന് പറഞ്ഞത് മോശമായി. അല്ല, അത് കുത്താൻ കാരണം ഇപ്പഴീ പുസ്തകത്തിലുള്ളതെല്ലാം കൂടെ പഠിച്ചു വരുമ്പോ ഒരു 2 വർഷമെങ്കിലും വേണ്ടേ? എല്ലാം പഠിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് പുസ്തകം, പിന്നെ പഠിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് പിന്നെ പുസ്തകം മാറും. എടോ ഊപ്പായി, താൻ എങ്ങനെ 10 പാസ്സായതിന്റെ പുരാണറിയാൻ വന്നതല്ല ഞാൻ. ബ്രേക്ക് ഇല്ലാത്ത ഈ വണ്ടി റോഡിൽ നിന്ന് തെന്നിത്തെറിച്ച് തോട്ടിൽ വീണതിന്റെ സമാധാനം മുതലാളി പറഞ്ഞേ പറ്റും. എന്റെ മായമ്മേ, ചട്ടിയും കലാവുമ്പോ തട്ടിയും മുട്ടിന്നിരിക്കും, ഹോട്ടലാവുമ്പോ ഗ്ലാസ് പൊട്ടിന്നിരിക്കും. ഈ 4 വീലിലോടുന്ന വണ്ടി ആവുമ്പോ ചിലപ്പോ വീൽ ഊരിപ്പോയെന്നിരിക്കും. അതാ ഈ വണ്ടികളുടെ കണ്ടീഷനാലിറ്റി. കിണറ്റി വീഴാനിരുന്നത് തോട്ടി വീണെന്ന് വിചാരിച്ചാൽ മതി. കുഞ്ഞിപ്പാപ്പ വിളിക്കുന്നു, 30 ഞൊടിക്കാൻ എത്തണമെന്ന്. ബൈ മായമ്മ.